വ്യൂവേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനാണ് കേട്ടോ. അപ്പോൾ ചീര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ചീരയിൽ ഒത്തിരി വിറ്റാമിൻസും എന്താ പറയുക ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയതാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ചീരത്തോരൻ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഫ്രഷ് ചീരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചീരയെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തണ്ട് ഇച്ചിരി കട്ടിയുള്ളതാണ്, അതും ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പരിപ്പാണ്. കുറച്ച് പരിപ്പ് അതൊക്കെ കഴുകി എടുത്തിട്ട് കുക്കറിനകത്തിട്ട് വേവിക്കുക. ഇത് വെന്ത് പോകരുത്, ഒത്തിരി വെന്ത് പോകരുത്. എന്താ പറയുക, ഓരോന്നിങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിൽ കിട്ടുക. അങ്ങനെ അതെല്ലാം വെന്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്തു. ഒരു സവോള കൊത്തി അരിഞ്ഞത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവോള നല്ലോണം വഴന്ന് കിട്ടാനായിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ലോണം അത് ഇളക്കുക. ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ളത് അരയ്ക്കാം. അതായത് സവോള കുറച്ച് നേരം വാടട്ടെ. അപ്പോൾ തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മഞ്ഞൾ പൊടിയും നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചായച്ചെടുക്കാം. അപ്പം നമ്മുടെ സവോള ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയിലേക്ക് നമുക്ക് ചീര അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ ചീര അരിഞ്ഞത് ഇടുമ്പോഴത്തേനും ചട്ടി നിറച്ചുണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ അത് കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതിരുന്ന് വാടട്ടെ, വേകട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം സവോളയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നല്ലോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചീരയിലേക്കും തണ്ടിനും ആവശ്യമുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ പരിപ്പ് ഞാൻ വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണ്ട് ഇതിനകത്തോട് കിടന്ന് വേകട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ ആ പരിപ്പ് ചേർത്ത്. ഇതുണ്ടോ, പരിപ്പ് ഒന്നിനൊന്ന് തൊടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മിക്കപ്പോഴും എനിക്ക് പരിപ്പ് വെന്ത് പോകാറാണ് പതിവ് എനിക്ക്. അപ്പോൾ ഇന്നെന്തായാലും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ. തണ്ട് ഇച്ചിരി വേകാനുണ്ടായിരുന്നേ. അങ്ങനെ എന്താ പറയുക, നല്ലോണം വെന്തിട്ടുണ്ട്, തണ്ടെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നമുക്കിനി എന്തായാലും അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ ചായച്ച് വെച്ചേക്കുന്ന തേങ്ങ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കുക. നമ്മൾ ഒത്തിരി ഇലക്കറികൾ കഴിക്കുകയാണ് വേണ്ടത്. അതായത് പച്ചച്ചീര ഉണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ മുള്ളൻ ചീര, ഇതുപോലെ ചുവന്ന ചീര, അതുപോലെ തഴുതാമ, മുരിങ്ങയില, അങ്ങനെയുള്ള കഴിയുന്നതും കുറേ ഇലക്കറികളൊക്കെ കഴിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. അരപ്പിൻ്റെ പച്ച മണം മാറുന്നവരെ നമ്മൾ നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചീരത്തോരൻ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ടാറ്റാ ബൈ ബൈ, സീ യു.